Good morning, student. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the sum of the series sigma k equal to 1 to infinity 1 by k into k plus 1. ഇത് ഡിസംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇത് k മുതൽ 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇങ്ങനെ എടുക്കാം. സിഗ്മ k equal to 1 to n 1 by k into k plus 1. അതായത് ഇതിന്റെ ഒരു n വരെയുള്ള ടേമിന്റെ സം ആണ് നമ്മൾ ആദ്യം എടുക്കുക. എന്നിട്ട് ഇത് എങ്ങനെ എടുക്കുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് 1 by k into k plus 1 രണ്ടായിട്ടൊന്ന് വിടർത്തണം. രണ്ടായിട്ട് വിടർത്താനായിട്ട് രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 1 by k into k plus 1 വലിയ ടേം ഏതാണ്? k plus 1 ആണ്. ചെറിയ ടേം ഏതാണ്? k ആണ്. വലിയ ടേം k plus 1, ചെറിയ ടേം k ആണ്. അപ്പൊ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. അത് ഇതിന്റെ ജനറൽ ടേം എഴുതാനുള്ള ഫോർമുല uk is equal to 1 by difference into 1 by least minus 1 by largest. 1 by difference എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ടേം k plus 1, ചെറിയ ടേം k. അപ്പൊ k plus 1 minus k into 1 by k minus 1 by k plus 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? k വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് 1 by k minus 1 by k plus 1. uk എന്നുള്ള ജനറൽ ടേം ഇങ്ങനെ ഉണ്ടാവും. ഇതിനൊന്ന് വിടർത്തനായിട്ട് 1 by k minus 1 by k plus 1. ഇതൊരു മെത്തേഡാണ്. ഇനി ഈ മെത്തേഡ് കുറച്ച് എളുപ്പമാണ്. കാരണം നാം രണ്ട് ടേമിൽ നിന്ന് ചെറിയ ടേം k എടുത്തു, രണ്ടാം വലിയ ടേം k plus 1 എടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിനെ പുറത്ത് ഇത് തമ്മിൽ ഡിഫറൻസ് എഴുതി 1 by ഡിഫറൻസ് 1 by least minus 1 by largest. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by k minus 1 by k plus 1 ഉണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്. മറ്റൊരു മെത്തേഡ് എന്താണ്? ഈ 1 by k into k plus 1 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. a by k plus b by k plus 1. അപ്പൊ നമുക്ക് 1 is equal to നമ്മൾ ഡിനോമിനേറ്ററിൽ ഗുണിച്ച് കഴിയുമ്പോൾ a into k plus 1 plus b into k. ഈ kക്ക് നമ്മൾ 0 കൊടുക്കുമ്പോൾ 1 is equal to എന്ത് കിട്ടും? എയുടെ വാല്യൂ 1 കിട്ടും. kക്ക് നമ്മൾ -1 കൊടുത്ത് കഴിയുമ്പോൾ 1 is equal to ഇവിടെ നമുക്ക് 0 ആയിപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് b വരുമ്പോൾ b യുടെ വാല്യൂ കിട്ടും -1. അപ്പൊ നമുക്ക് ഈ എക്ക് ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എത്ര കൊടുക്കാം? എയുടെ വാല്യൂ 1 by k മൈനസ് ബിയുടെ വാല്യൂ -1 by k plus 1. ഇങ്ങനെ നമുക്ക് രണ്ട് മെത്തേഡിലൂടെ ഈ ടേമിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ ആ മെത്തേഡ് എടുക്കാം. ഇതാണെങ്കിൽ ഈ രണ്ട് ടേമിലും ഏതാണ് വലുത്? k plus 1 വലുതാണ്, k ചെറുതാണ്. അപ്പൊ പുറത്ത് ബ്രാക്കറ്റിന്റെ പുറത്ത് 1 by ഡിഫറൻസ് into 1 by least minus 1 by largest അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by k minus 1 by k plus 1 കിട്ടും. ഇത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. a by k plus b by k plus 1 അപ്പോൾ 1 by k minus 1 by k plus 1. അതായത് നമ്മളിത് ഇങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ എയുടെ ബിയുടെ വാല്യൂ കിട്ടും. എയുടെ വാല്യൂ കിട്ടുന്നത് 1 ആണ്, ബിയുടെ വാല്യൂ കിട്ടുന്നത് -1 ആണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 1 by k minus 1 by k plus 1. ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇൻഫിനിറ്റ് വരെയുള്ള ടേം ഉണ്ട് നമ്മുടെ. അതിൽ n വരെയുള്ള ടേം എടുക്കുന്നു, അതിന്റെ ജനറൽ ടേം കണ്ടുപിടിക്കുന്നു. ജനറൽ ടേം നമുക്ക് എന്ത് കിട്ടി? ജനറൽ ടേം എന്നുള്ളത് 1 by k into k plus 1. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സീരീസിനെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. 1 by k into sigma k equal to 1 to infinity 1 by k minus 1 by k plus k equal to 1 to n. n വരെയുള്ള ടേം എടുക്കാം. ഇനി നമ്മൾ എന്ത് kക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ ആദ്യം എന്ത് കിട്ടും? നമുക്ക് 1. ഫസ്റ്റ് ടേം നമുക്ക് 1 ആണ് കിട്ടുന്നത് അല്ലേ? രണ്ടാമത്തെ ടേം 1 by 1. രണ്ടാമത്തെ ടേം എന്താ കിട്ടണേ? 1 മൈനസ് ഇവിടെ kക്ക് 1 കൊടുക്കും, ഇവിടെ 1 കൊടുക്കണം, ഇവിടെ 1 കൊടുക്കണം. 1 by 1 by 1 minus 1 by 2 പ്ലസ് അടുത്ത എന്ത് കിട്ടും? 1 by ഈ kക്ക് എന്ത് കൊടുക്കണം? 2 കൊടുക്കാം. 1 by 2 മൈനസ് 1 by 3. അടുത്ത ടൈം എന്താ കിട്ടണേ? 1 by 3 മൈനസ് 1 by 4 പ്ലസ് എക്സെട്ര അങ്ങനെ കൊടുത്ത് പോകാം നമുക്ക്. അപ്പൊ 1 ആദ്യത്തെ ടൈം 1 minus 1 by 2 1 by 2 minus 1 by 3 1 by 3 minus 1 by 4 അങ്ങനെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് കേക്ക് എന്താ കൊടുക്കണേ? n കൊടുക്കണം. 1 by n മൈനസ് 1 by n plus 1 അങ്ങനെ കിട്ടിപ്പോകും. ഇനി നോക്കാം, ഇതിലേക്ക് നോക്കി കഴിയുമ്പോൾ ഈ -1 by 2 plus 1 by 2 കട്ട് ചെയ്തായിരിക്കും. ഈ -1 by 3 1 by 3 കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് അവശേഷിക്കുന്ന എന്തായിരിക്കും? 1 minus 1 by n plus 1 ആയിരിക്കും. സിഗ്മ k equal to 1 to n
1/UK ആണ് അല്ലെ. ഈ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ UK എടുക്കുകയാണെങ്കിൽ UK ഇതാണ് കിട്ടുന്നത്. സിഗ്മ k = UK എന്ന് പറഞ്ഞാൽ 1 - 1/n. കാരണം ഇടയ്ക്കുള്ള ടേമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് കിട്ടേണ്ടത് k = 1 to infinity ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് UK k = 1 to n UK നമുക്ക് എന്ത് കിട്ടി? 1 - 1/n + 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി വരെ പോവാം. n ഇതിപ്പോ ഒരു പാർഷ്യൽ സം ആണ്, തന്നിട്ട് സമ്മിൽ ഒരു പാർഷ്യൽ സം ആണ് എടുത്തത്. ആ പാർഷ്യൽ സം എടുത്തു. ഇനി ആ n എവിടെ വരെ പോകാം? ഇൻഫിനിറ്റി വരെ പോകാം. അപ്പൊ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Sn എന്ന് പറയുന്നതായിരിക്കും 1 - n ഇൻഫിനിറ്റി എടുക്കും. ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടും? 1 കിട്ടും. ആൻസർ 1 കിട്ടും. അപ്പൊ നമ്മൾ ഇതിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. ഇതിന്റെ പാർഷ്യൽ സം കൺവെർജ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സം നമുക്ക് എത്ര കിട്ടി? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Sn എന്ന് പറയുന്നത് 1 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയത്. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സാമിനേഷൻ ചോദിച്ചത്. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇവിടെ k = 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. നമ്മൾ ആദ്യം ചെയ്തു k = 1 to n. അതിൽ ഒരു പാർഷ്യൽ സം എടുത്തു, n വരെയുള്ള ടേമിന്റെ സം എടുത്തു. അതിന് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് മെത്തേഡിലൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ 1/k - 1/k + കിട്ടി. അതിന് k ക്ക് 1, 2, 3 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറെ ടേമുകൾ കിട്ടും. അതിന്റെ ഉള്ളിലുള്ള ടേമുകളെല്ലാം പരസ്പരം വെട്ടി പോകും. പിന്നെ അവസാനം അവശേഷിക്കുന്നത് എന്താണ്? 1 - 1/n + 1 ആണ്. ആ 1/n + 1 നമുക്ക് n ഇൻഫിനിറ്റി വരെ പോകാം. n ന് ഇൻഫിനിറ്റി കൊടുക്കാം. n ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 - 1/∞ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം 0 ആയി പോകും. അപ്പൊ ആ ഫൈനൽ ആൻസർ വിൽ ബി എന്താണ്? ആ സം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും? 1 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. അപ്പൊ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജന്റ് ആണെങ്കിൽ ദ ഗിവൺ സീരീസും കൺവെർജന്റ് ആയിരിക്കും. ഇവിടെ കൺവെർജ് ചെയ്ത പോയിന്റ് ഏതാണ്? ആ സം ആയിട്ട് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1 എന്നുള്ള വാല്യൂ ആണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ.